കുറച്ച് ഇവിടെ നമുക്ക് ഓടിക്കാം, വണ്ടി ഓടിക്കാം. ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് മഴ തോരാതെ നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ആകാശം ഒന്ന് തെളിഞ്ഞ് കണ്ടത്. മാത്രമല്ല രാവിലെ തൊട്ടേ അമ്മിക്കുട്ടി കാറിൽ ടാറ്റ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കാറിൽ കയറിയത് അവൾ ഉറങ്ങിയ പിന്നെ നമ്മൾ സ്ഥലം എത്തുമ്പോഴത്തേക്ക് സെറ്റാവും. പക്ഷെ എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. മാത്രമല്ല ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊന്മുടി പോകാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്ത്, പക്ഷേ കഷ്ടകാലത്തിന് പൊന്മുടി അന്ന് തന്നെ അടയ്ക്കുകയും ചെയ്ത്, ക്ലോസ് ചെയ്ത്, മഴയായതുകൊണ്ട്. ഇതിന് മുമ്പത്തെ എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്മുടി പോയി, അത് ഫെയിലായി പോയത്. പക്ഷെ എനിക്ക് പിന്നെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നല്ലൊരു വീഡിയോ എടുക്കണം. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன, ஏன் அவசரம், என்ன அவசரம், நில்லு பொண்ணு. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன, ஏன் அவசரம், என்ன அவசரம், நில்லு பொண்ணு. இன்னும் கொஞ்ச நேரம் கொஞ்சம் மறைய, இப்ப என்ன விட்டு போகாதே, என்ன விட்டு போகாதே. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും വേളി തന്നെ എത്തിയിരിക്കുകയാണ്. അമ്മുക്കുട്ടു നീ ഹായ് ഹായ് ഹായ്. എവിടെ പോവാ? നിങ്ങൾ എവിടെ പോവാ? ടാറ്റ പോവാണോ? എവിടെ ടാറ്റ പോവാ? ട്രെയിനിൽ ടാറ്റ പോവാണോ കുഞ്ഞ്? നമുക്ക് ട്രെയിനിൽ കയറണ്ടേ? യെസ് തെറ്റ്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വേളി ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്തേക്ക് കയറിയില്ലായിരുന്നു. പക്ഷേ കൊള്ളാട്ടോ, ഇതിനകം നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുകയാണെങ്കിൽ കായലൊക്കെ കണ്ട്, ആ കാണുന്നത് ബീച്ചാണ് കേട്ടോ, അങ്ങേ അറ്റം. അത് ബീച്ചും കായലും കൂടി അത് കൂടി കിടക്കുകയാണ്. ഇപ്പം മാത്രമല്ല ഇപ്പം മഴയും വെള്ളമൊക്കെ ആയത് കാരണം അതങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതിൻ്റെ സൈഡ്, റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലേക്ക് ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ബീച്ചിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് ഈ പാലം കയറി വേണം പോകാൻ.
ഈ പാലം നല്ലതാണ്, പക്ഷേ നന്നായിട്ട് ഷേക്കാവും കേട്ടോ. കാരണം നമ്മൾ ഒരാളല്ല നടക്കുന്നു, ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരും ആ നടക്കുമ്പോൾ അതിങ്ങനെ ഷേക്ക്. അതുകൊണ്ട് ആമിക്കുട്ടി ഇങ്ങനെ സ്പീഡിൽ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സ്പീഡിൽ നടക്കുമ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം കുഞ്ഞു കാലായതുകൊണ്ട് ചിലപ്പോൾ അതിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു മോളിങ്ങനെ ഓടുമ്പോഴത്തേക്കും. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല രീതിയിൽ അത് ഷേക്കാവും പാലം. പക്ഷെ അതൊരു രസമാണ്. പക്ഷെ കൊച്ചു കുട്ടികളൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ കാണുന്നതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റും ചെറുതായിട്ട് ഇങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എല്ലാം വെള്ളത്തിലായതുകൊണ്ടാണ് അങ്ങനെ. അത് നമുക്കറിയാൻ പറ്റും നല്ല രീതിയിൽ. നമ്മൾ പോയിരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കിഡ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഫാമിലി ആയിട്ടാണ് വന്നത്. പിന്നെ കപ്പിൾസിന് പറ്റിയ ഏരിയസും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. എനിക്ക് മോളെ ജനിച്ചതിന് ശേഷം ആക്ച്വലി ഈ ട്രിവാൻഡ്രത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് വേളി ആൻഡ് ശംഖുമുഖം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ പിന്നെ എയ്റോപ്ലെയിൻ കുട്ടീൻ്റെ സർപ്രൈസായിട്ട് എയ്റോപ്ലെയിൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എയ്റോപ്ലെയിൻ കാണാനുള്ള ഓട്ടോ ആണ് കണ്ടത്. പക്ഷേ എയ്റോപ്ലെയിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആളവിടെ നിൽക്കുന്നില്ല. ആൾക്ക് പെട്ടെന്നൊരു പേടി. അതാ ഇങ്ങനെ ഇത്രയും വലുതാണ് എന്നൊക്കെ ഉള്ളൊരു പ്രതീതി ആയപ്പോഴത്തേക്ക് ആൾക്ക് ഒരു ടെൻഷനായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ബീച്ചിലേക്ക് പോകുമായിരുന്നു. ആക്ച്വലി ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. കൈറ്റിൻ്റെ അടുത്തൂടെ ഇങ്ങനെ എയ്റോപ്ലെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. രണ്ടും നല്ല ഡിഫറൻസിലാണ്, എങ്കിലും ആകാശത്തൂടെ അത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഞാനും അമ്മിക്കുട്ടിയും കൂടെ കുറച്ച് നേരം കളിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ മണ്ണിൽ. കുഞ്ഞങ്ങനെ മണ്ണിലങ്ങനെ എപ്പോഴും ഒന്നും കളിക്കുന്നില്ലാത്തത് കൊണ്ട് ഇത് കാണുമ്പോഴത്തേക്കും അതാണ് ചെരുപ്പൊക്കെ ഫസ്റ്റിലാണ് നമ്മൾ ഊരി കൊടുത്തു, ലാവിഷായിട്ടുള്ള നടന്നോട്ടെന്ന് വെച്ചിട്ട്. മാത്രമല്ല അപ്പുറത്തെ സൈഡിലായിട്ടൊക്കെ ഒത്തിരി കൊച്ചുകുട്ടികളിങ്ങനെ മണ്ണിൽ കുഴിച്ച് ഓരോരോ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മോൾക്കും ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മണ്ണിലൊക്കെ കളിപ്പിച്ചു. അങ്ങനെ അമ്മിക്കുട്ടി മണ്ണിലൊക്കെ കളി കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ നല്ല സെറ്റായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഡ്രസ്സ് ഒന്നുകൂടി ചേഞ്ച് ചെയ്തു. എപ്പോഴും അറിയാലോ, നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും 2 ജോഡി ഡ്രസ്സ് അല്ലെങ്കിൽ 1 ജോഡി ഡ്രസ്സ് എപ്പോഴും ബാഗിൽ എക്സ്ട്രാ ഉണ്ടാവും. അതേപോലെ ഞാനും കൊണ്ട് നടക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോർസ് റൈഡിന് പോയി. റൈഡെന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് അതിൽ കയറിയിരുന്നു. ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഞാൻ കരുതി അമ്മിക്കുട്ടി പേടിക്കുമായിരിക്കുന്നു, വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അമ്മിക്കുട്ടി ഈസി ആയിട്ട് കയറിയിരുന്നു. അതിന് ശേഷം ആയിരുന്നു കോമഡി. അവൾ പിന്നെ ഇറങ്ങില്ലായിരുന്നു, ഇറങ്ങാൻ വയ്യ. അതിൻ്റെ കൂടെ ഞാനും കയറണം. മോളെ ഒറ്റയ്ക്ക് ഇരിക്കാനും വയ്യ. അവൾക്ക് ഇറങ്ങിയതിന് ശേഷം അവൾക്ക് പിന്നെയും കയറണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു.
അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഹോഴ്സ് റൈഡൊക്കെ നടത്തി. ജസ്റ്റ് തിരമാല അതൊക്കെ ഒന്ന് കണ്ടിട്ട് അത് കടലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് പോയിട്ട് ഇനി വേഗം കൊണ്ടുവന്നു. മാത്രമല്ല ഈ കുതിരയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സൺഡേയും കൂടി ആയതുകൊണ്ട് ഫുൾ തിരക്കായിരിക്കുമല്ലോ. അപ്പം ഒരുപാട് വെയിറ്റ് ഇങ്ങനെ നിന്ന് അവരെല്ലാം തളർന്ന് നിൽക്കുകയായിരുന്നു. അപ്പം എനിക്ക് പിന്നെ കയറണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനെയും സങ്കടപ്പെടുത്താനും ഉള്ളൊരു ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയിട്ട് ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരണേന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും പോയില്ല, വേഗം പോയിട്ട് ഞങ്ങൾ വേഗം ഇങ്ങ് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ. ഇവർ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര കളിയായിരുന്നു. അപ്പം ഇത് കണ്ട് കുറേ നേരം അമ്മുക്കുട്ടി ഇങ്ങനെ നോക്കി നിന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഇതേപോലെ കളിക്കണമെന്ന്. പക്ഷേ നമ്മൾ ആ സൈഡിലോട്ട് അങ്ങനെ അധികം കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ നല്ല രസമായിരിക്കും, ദേഹം ഫുള്ളും മണ്ണായിരിക്കും, മണ്ണിൽ കുളിച്ചേ പിന്നെ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അമ്മുക്കുട്ടി ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് കളിപ്പിച്ചു. അങ്ങനെ ഏറെ നേരത്തെ ബീച്ചിലെ കളികൾക്കെല്ലാം ശേഷം ഞങ്ങൾ തിരികെ പോവാണ് കേട്ടോ. ബീച്ചിൽ കളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങില്ല, കാരണം ഈ ന്യൂനമർദ്ദവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് മണ്ണിലൊക്കെ കുറേ നേരം കളിച്ചടക്കം ഓടി നടന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ തിരികെ, ഈ സൈഡെന്ന് പറയുന്നത് നമ്മൾ ട്രെയിനൊക്കെ പോകുന്നതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇത് ഒരുപാട് കപ്പിൾസും ഒക്കെ വരാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും കൊള്ളാം, അവരിങ്ങനെ ഓടി നടക്കാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ഭംഗിയാണ് പക്ഷേ കാണാൻ, നല്ല പച്ചപ്പും കുന്നുപോലെയും ഒക്കെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ നല്ല ഏരിയ ആണ് കേട്ടോ. കുറേ നേരം ഏകാന്തത ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കൊള്ളാം, ഒറ്റയ്ക്ക് വന്നിരിക്കാനൊക്കെ രസമുണ്ട്. കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് നടന്ന് ആൺകുട്ടിയൊക്കെ ആയിട്ട് ഓടി നടന്നതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ തിരികെ പോകാമെന്നൊക്കെ ഇങ്ങനെ വെച്ചപ്പോഴാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പ്ലേ ഗ്രൗണ്ട്സൊക്കെ കണ്ടത്. അപ്പം പിന്നീടാണ് നമുക്ക് ഓർമ്മ വന്നത്, ആൺകുട്ടിയെ നേരത്തെ ഇവിടെ കൊണ്ടുവരണമായിരുന്നു, കാരണം സന്ധ്യയായി പോയായിരുന്നു. പക്ഷേ ആൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഒരു സംതൃപ്തിയോടെ ഒന്നിലും അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, കാരണം ടൈം അങ്ങ് ഓവറായിപ്പോയി. നമ്മൾ കൂടുതലും ബീച്ചിൻ്റെ സൈഡിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് സമയം പോയി. എങ്കിലും ആൺകുട്ടീൽ ഊഞ്ഞാലൊക്കെ ആട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കുള്ളിൽ തനിയെ കൈവിടും, അതാണ് പേടി. മാത്രമല്ല മഴ പെയ്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവിടെ എല്ലാം ഒക്കെ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാ എക്യുപ്മെൻറ്റ്സിലൊന്നും നമുക്ക് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്വിങ്ങും കാര്യങ്ങളൊന്നും അല്ല, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ലൈഡായിരുന്നു കേട്ടോ. കാരണം അതിലിങ്ങനെ സ്റ്റെയർ ഇങ്ങനെ വെച്ച് കയറി അവിടെ നിന്ന് ഇങ്ങനെ നിരങ്ങി ഇങ്ങ് വരും, അതാണ് രസം. പാൻറ് ലൂസായെന്ന് തോന്നുന്നു. അങ്ങനെ സ്ലൈഡിൽ ഇങ്ങനെ കയറി ആൾ വിടുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നിർബന്ധമായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. അതിനുശേഷം മോള് പിന്നെ സീസോയിൽ കയറി കേട്ടോ. വേറെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നല്ല, അതിലൊക്കെ കയറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിൻ്റെ അടിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇത്തിരി റിസ്ക് ആയിരുന്നു. മാത്രമല്ല ഇരുട്ടായിപ്പോയി, അങ്ങനെ ഒരുപാട് ലേറ്റായി പോയായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് പിന്നെ നമ്മൾ വേഗം എസ്കേപ്പ് ആവുകയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.